നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM മല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും. ലോക്കൽ കമ്മിറ്റി അംഗമായ സുദീപിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP നേതാവ് K. സുരേന്ദ്രനോട് വെല്ലുവിളി ആവർത്തിച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ഗൂഢാലോചന നടത്തിയെന്നും സന്ദീപ് വാര്യർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് നേതാക്കളായ ഗഫൂർ കോൽക്കളത്തിലിനും റഷീദ് മുത്തിനിയലിനും എതിരെ വ്യാജരേഖ ആരോപിച്ച് കള്ളക്കേസ് എടുത്തുനിന്ന യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും നേതാക്കൾ. ചെറുപ്പളശ്ശേരി ടൗണിലെ പാർക്കിംഗ് പ്രശ്നം. പോലീസിനെ സമീപിച്ച ബിൽഡിംഗ് ഉടമകൾ. ടാക്സി സ്റ്റാൻഡ് ക്രമീകരണത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. പോലീസ്, ജില്ലാ കളക്ടർ, MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. തിരുവേഗപ്പുറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 46-കാരനായ തോട്ടത്തിൽ ശിവദാസിനെയാണ് കാണാതായത്. തിരച്ചിൽ തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. CPM മല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും. വെള്ളിയാഴ്ച ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങളും ഇറങ്ങിപ്പോക്കും. CPM വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. സന്തോഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുദീപ്, CK ബാബു, റഫീഖ് പറക്കാടൻ, മോഹനൻ എന്നിവരാണ് വെള്ളിയാഴ്ച ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോന്നത്. ചേരിക്കല്ല ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം സുദീപിനെ വിഭാഗീയത ആരോപിച്ച് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്യാൻ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു രാജി പ്രഖ്യാപനവും ഇറങ്ങിപ്പോക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA, ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP സുഭാഷ്, E. ചന്ദ്രബാബു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. സുദീപിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി പ്രഖ്യാപനം. രാജി പ്രഖ്യാപിച്ച റഫീഖ് പറക്കാടനും CK ബാബുവും വല്ലപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയാണ്. രാജിക്കത്ത് മേൽഘടകത്തിന് ഇവർ ഉടൻ നൽകിയേക്കുമെന്നും അറിയുന്നു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ ഇവർ എക്സിറ്റ് ആയതായാണ് വിവരം. സുദീപിൻ്റെ ഒഴിവിലേക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ യുവനേതാവ് NK അബ്ദുൽ ലത്തീഫിനെ ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാനും ഏരിയ കമ്മിറ്റി നിർദ്ദേശമുണ്ട്. ഇതിനെതിരെ കടുത്ത എതിർപ്പ് ലോക്കൽ സെക്രട്ടറി സന്തോഷ് ഉൾപ്പെടെ 5 അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചതായാണ് സൂചന. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്ത സാഹചര്യത്തിൽ വല്ലപ്പുഴയിൽ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഈ പിളർപ്പ് നേതൃത്വം ഏതു രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നത് അറിയേണ്ടതുണ്ട്. പോഷക സംഘടനാ ഭാരവാഹികളും രാജി പ്രഖ്യാപിച്ചവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ടെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP നേതാവ് K. സുരേന്ദ്രനോട് വെല്ലുവിളി ആവർത്തിച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് G. വാര്യർ. വോട്ട് ചോരി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് G. വാര്യർ. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ഗൂഢാലോചന നടത്തിയെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വോട്ടുകൊള്ളയുടെ ആധികാരിക തെളിവുകൾ നിരത്തി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് കാവലൊരുക്കാൻ പോരാട്ടം നടത്തുന്ന രാജ്യത്തിന്റെ രാജകുമാരന്മാരൻ രാഹുൽ ഗാന്ധിക്ക് പോരാട്ടം തീരം പകർന്നുകൊണ്ട് നജീബ് കാന്തപുരം MLA നയിക്കുന്ന ഐക്യദാർഢ്യ റാലി നൈറ്റ് മാർച്ച് ഈ ഭാഗത്തിന്റെ പിറകിലായി കടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് BJPക്ക് അധികാരത്തിലേറാൻ സൗകര്യമൊരുക്കിയെന്ന് ആരോപിച്ചാണ് നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കൃത്യമായ പഠനം നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു നൈറ്റ് മാർച്ച്. 100 കണക്കിന് UDF പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ അണിനിരന്നു. മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, BJPയുടെ കമ്മീഷൻ ഏജന്റ്, ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും തീപ്പന്തവുമേന്തിയാണ് ആളുകൾ മാർച്ചിൽ അണിനിരുന്നത്. മാർച്ച് ടൗൺ സ്ക്വയർ പരിസരത്ത് സമാപിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നമ്മുടെ പൂർവ്വസൂരികളായ മനുഷ്യർ മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാളികളുടെ ചോരയാണ് ഞങ്ങളുടെ ഞരമ്പുകളിലെങ്കിൽ രാഹുൽജി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായാലും ഞങ്ങൾ ജീവൻ നൽകി കൊക്കിൽ അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിലുണ്ടാകും.
രാജ്യത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിർഭയനായി പോരാട്ടം നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത അണിനിരക്കുമെന്നും ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കില്ലെന്നും MLA പറഞ്ഞു. സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുവെന്നും സന്ദീപ് ജി വാര്യർ പറഞ്ഞു. അമ്പയർ തന്നെ ബാറ്റിംഗിനിറങ്ങുന്ന നടപടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നും ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുകയാണെന്നും സന്ദീപ് ജി വാര്യർ കുറ്റപ്പെടുത്തി. കെ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളി ആവർത്തിച്ചു. ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. തൃശൂരിലെ കോൺഗ്രസ്, തൃശൂരിലെ UDF, BJPയെ അതിന്റെ മുടയിൽ തന്നെ പരാജയപ്പെടുത്തും, ഒരു തർക്കവും വേണ്ട. ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ചിട്ടാ പറയുന്നത്, ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങളുടെ ആവശ്യം. സമാപന സംഗമത്തിൽ AK നാസർ, C സുകുമാരൻ, A ആനന്ദൻ, AK മുസ്തഫ, ജോർജ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാലകത്ത് ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അരിയൂർ ബാങ്ക് ജീവനക്കാരായ മുസ്ലിം ലീഗ് നേതാക്കളായ ഗഫൂർ കൊൽക്കളത്തിലിനും റഷീദ് മുത്തനയിലിനും എതിരെ വ്യാജരേഖ ആരോപിച്ച് കള്ളക്കേസ് എടുത്തതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജോലിക്കയറ്റം ലഭിക്കാനായി മഗധ യൂണിവേഴ്സിറ്റിയുടെ ബംഗളൂരുവിലെ സെന്ററിലാണ് ഇരുവരും BCom കോഓപ്പറേഷന് ചേർന്നത്. അവിടെ നിന്ന് 2012 ലഭിച്ച സർട്ടിഫിക്കറ്റാണ് ബാങ്കിൽ സമർപ്പിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന് വേണ്ടി 2 തവണ കോളേജിലേക്ക് കത്ത് എഴുതിയെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഗഫൂറും റഷീദും തന്നെയാണ് ഡീപ്രമോഷന് ബോർഡിന് അപേക്ഷ നൽകിയത്. ഇതനുസരിച്ച് 2014 ഡീപ്രമോട്ട് ചെയ്യുകയും ചെയ്തു. ഈ കാലയളവിൽ വാങ്ങിയ അധിക ശമ്പളം തിരിച്ചടയ്ക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ 11 വർഷത്തിനിടെ ഓരോ വർഷവും കൃത്യമായ ഓഡിറ്റ് ബാങ്കിൽ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പരാതി സഹകരണ വകുപ്പിന് ഇപ്പോൾ നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് പറഞ്ഞു. ഭരണമുണ്ട് എന്നതിൻ്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടാൻ യൂത്ത് ലീഗിൻ്റെ അനുവദിക്കില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അത് കോപ്പറേറ്റീവ് സെക്ടറുകളുണ്ടായ ആരോഗ്യകരമായ കാര്യങ്ങൾ, അതും മണ്ണാർക്കാട് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ തൊട്ട ദിവസങ്ങളിൽ നമുക്കറിയാം, ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥൻ ജോലിക്ക് എഴുതിയാൽ പ്രൊമോഷന് വേണ്ടി സ്വാഭാവികമായും എക്സാമുകൾ എഴുതും. അതിൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് പ്രൊമോഷൻ നേടാറുണ്ട്. മറ്റുള്ള സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടും റെഗുലറായിട്ടും എക്സാമുകൾ എഴുതി അത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിലവിൽ എക്സാം എഴുതി അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ചിട്ടാണ് പ്രൊമോഷനുകൾ നേടാറുള്ളത്. അതെല്ലാം ബാങ്കുകളിലും പാലക്കാട് ജില്ലയിലെ കോപ്പറേറ്റീവ് സെക്ടറിലൊക്കെ ഇതുപോലെ ഡിഗ്രി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കിയിട്ട് പ്രൊമോഷൻ നേടി വരുന്നുണ്ട്. സമൂഹത്തിൽ നല്ല നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ലീഗ് നേതാക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കമാണ് ഇടതു പാർട്ടികൾ നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ഗഫൂർ കൊൽക്കളത്തിൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി റഷീദ് മുത്തനിൽ എന്നിവരെ യൂത്ത് ലീഗ് സംരക്ഷിക്കും. ഗഫൂർ രാജിവെക്കണമെന്ന ഡിവൈഎഫ്ഐയുടെ ആവശ്യം ബാലിശമാണ്. ഗഫൂറിനെ ജില്ലാ പഞ്ചായത്തിൽ കയറ്റില്ലെന്ന ഡിവൈഎഫ്ഐയുടെ ഭീഷണി വിലപ്പോവില്ല. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടാണ് മണ്ണാർക്കാട്ടെ CPM സ്വീകരിക്കുന്നതെന്ന് സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഫൽ കളത്തിൽ പറഞ്ഞു. ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരുടെ സർട്ടിഫിക്കറ്റുകളും ക്വാളിഫിക്കേഷനുകളും ഡിപ്പോസിറ്റും പിൻവലിക്കുന്നതിൻ്റെയും പലിശ കൈമാറുന്നതിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ സമയത്ത് പണം പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയതിനെയൊക്കെ കുറിച്ച് ശക്തമായ അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്താനുള്ള സമര പരിപാടികളുമായിട്ടും മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകും. ഇതിന് മണ്ണാർക്കാട്ടെ മാധ്യമ സുഹൃത്തുക്കളെ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലക്ക് ജനങ്ങളുടെ ഇടയിൽ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അവഹേളിക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ അവസരം ഉപയോഗപ്പെടുത്തുന്നത് പൊതുജന സമൂഹത്തിൽ കൃത്യമായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ഉണ്ടാകണമെന്നും യൂത്ത് ലീഗിന് വേണ്ടി ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി, സൈനുദ്ദീൻ കൈതച്ചിറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കൊലവിളി മുദ്രാവാക്യവുമായി കോൺഗ്രസ്. വോട്ടർ പട്ടിക തിരിമറിക്കെതിരെ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് സംഘടിപ്പിച്ച പന്തംകൊളുത്തി പ്രകടനത്തിലാണ് വിവാദ മുദ്രാവാക്യം.
കോടതിപ്പടിയിൽ നടന്ന സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു. കഴിഞ്ഞ ദിവസം BJP നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിന് മറുപടിയായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പ്രകടനത്തിലാണ് RSSനെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർന്നത്. ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ നെഞ്ചുവിരിച്ചൊരു കോൺഗ്രസ് ആണെന്നും നേതാക്കൾ ആജ്ഞാപിച്ചാൽ RSS റോഡിലിറങ്ങുന്നില്ലെന്നും അന്ത്യത്തിരി തെളിയും നേരം വീട്ടിൽ കയറി അമ്മയെ കണ്ട് മരിക്കില്ലെന്നും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. കോടതിപ്പടിയിൽ നടന്ന സമാപനം DCC സെക്രട്ടറി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി 3 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നപ്പോൾ 3ാമത് അധികാരത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം ശ്രദ്ധിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഒരു ടീമിനെ ഉണ്ടാക്കി 6 മാസക്കാലം 40ഓളം ആളുകളെ വെച്ച് ചില നിയോജക മണ്ഡലങ്ങളിൽ അതൊരു പരിശോധന നടത്തി. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ നമ്മുടെ AICCയുടെ സെക്രട്ടറി മൻസൂർ അലി ഖാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാംഗ്ലൂരിലെ ഒരു സീറ്റിൽ അങ്ങനെ മത്സരം നോക്കിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ആകെ കൃത്രിമത്തിലാണ്. ഈ 2-3 തവണയായി മോദി അധികാരത്തിൽ വരുന്നത് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ലോകത്തിലെല്ലായിടത്തും ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഡിജിറ്റലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനകത്ത് ഒരുപാട് കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ സ്വകാര്യ സംഭാഷണത്തിലും നമ്മുടെ പാർട്ടി നേതാക്കന്മാരും എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അന്നൊന്നും പ്രതികരിക്കാൻ, അതിന് നടപടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി ഇതിനകത്തുള്ള തെരഞ്ഞെടുപ്പിലെ കൃത്രിമം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മോദി യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വന്നിട്ടുള്ള ആളല്ല മോദി 2-3 തെരഞ്ഞെടുപ്പിൽ. DCC സെക്രട്ടറി PR സുരേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ഭീമനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ചെറുപ്പശ്ശേരി ടൗണിലെ പാർക്കിംഗ് ടാക്സി സ്റ്റാൻഡ് ക്രമീകരണത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പരാതി നൽകി. ചെറുപ്പശ്ശേരി പോലീസ്, ജില്ലാ കളക്ടർ, RTO, മുനിസിപ്പാലിറ്റി, MLA ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നഗരനവീകരണം പൂർത്തിയായതോടെ വലിയ രീതിയിലുള്ള പാർക്കിംഗ് പ്രശ്നങ്ങളാണ് ചെറുപ്പശ്ശേരി ടൗണിൽ നിലനിൽക്കുന്നത്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പരാതി നൽകിയത്. ടൗണിൽ അനിയന്ത്രിതമായ രീതിയിൽ രൂപപ്പെട്ട ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ നിയന്ത്രിക്കുക, റോഡിന് വീതി കൂടിയ 1-2 ഭാഗങ്ങളിൽ മാത്രം ടാക്സി സ്റ്റാൻഡുകൾ അനുവദിക്കുക, ഉപഭോക്താക്കൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെറുപ്പശ്ശേരി പോലീസിനും ജില്ലാ കളക്ടർ, നഗരസഭ, RTO, MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. നമ്മൾ ചെറുപ്പശ്ശേരി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. ചെറുപ്പശ്ശേരി ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ MLA ഫണ്ട് ഉപയോഗിച്ച് വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് നേരിട്ട് ബിൽഡിംഗ് ഓണേഴ്സിനും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ചെറുപ്പശ്ശേരി ആകെ വ്യാപിച്ചിരിക്കുകയാണ്.
അതായത് ഒരു ഉപഭോക്താവ് ഒരു സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് അവർക്ക് വണ്ടി നിർത്താനോ അല്ലെങ്കിൽ വേറൊരു ടാക്സി അവിടെ വന്ന് ഇറങ്ങാനോ സൗകര്യം പോലും ഇല്ലാത്ത രൂപത്തിൽ ടാക്സി സ്റ്റാൻഡുകൾ വ്യാപിച്ചിരിക്കുകയാണ്. അതിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്ത് ഈ ടാക്സി സ്റ്റാൻഡുകൾ ഒരു പരിമിതമായ സ്ഥലത്തേക്ക് ഒതുക്കി, അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിനും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിലേക്ക് പോകാൻ സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് നമ്മൾ ചെർപ്പശ്ശേരി ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ RTOക്കും ജില്ലാ കളക്ടർക്കും പിന്നെ ജില്ലാ കളക്ടർക്കും മറ്റും ഇതിനോടൊപ്പം തന്നെ MLAക്കും ഒരു പരാതി നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവാം. ചെർപ്പശ്ശേരി ടൗൺ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നല്ലൊരു ഭംഗിയുള്ള സൗന്ദര്യമുള്ള ടൗണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഇവിടുന്ന് നമ്മളെ പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെർപ്പശ്ശേരി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇന്ന് ഇവിടെ ഒരു പരാതി നൽകാൻ വേണ്ടി വന്നിട്ടുള്ളത്. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഷൗക്കത്ത്, പ്രസിഡന്റ് ഷാജഹാൻ KPM, ട്രഷറർ അഷറഫ് CM, ഖാസിം MA, ബീരാൻ ഹാജി MA, ഉണ്ണികൃഷ്ണൻ K, സുഭാഷ് ചന്ദ്രൻ P, മുഹമ്മദ് കുട്ടി MA, KM ഇക്ബാൽ തുടങ്ങിയവരെത്തിയാണ് പരാതി നൽകിയത്. തിരുവേഗപ്പുറ തൂതപ്പുഴയിലെ അമ്പലവട്ടം കടവിൽ കുളിക്കാനിറങ്ങിയ ആളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തോട്ടത്തിൽ ശിവദാസനെയാണ് കാണാതായത്. ശനിയാഴ്ച രാവിലെ 10:30 സംഭവം. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. വീട്ടിൽ നിന്നും അമ്പലവട്ടം കടവിലേക്ക് കുളിക്കാൻ പോയതായിരുന്നു 46-കാരനായ ശിവദാസ്. പിന്നീട് കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് പുഴക്കടവിൽ ഇയാളുടെ വസ്ത്രങ്ങളും മറ്റും കണ്ടത്. ഇതോടെ പുഴയിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ തുടങ്ങിയത്. കൊപ്പം പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിലാണ് പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ചയും തിരച്ചിൽ തുടരും. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി സമരസംഗമം സംഘടിപ്പിച്ചു. താലൂക്കിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കോടതിപ്പടിയിൽ നിന്നും ജാഥയായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ട്രംപിന് മുൻപിൽ അടിയറ വെച്ചിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഗീർവാണം മുഴക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ട്രംപിനെതിരെ ഒരു വാക്ക് പറയാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ധൈര്യം വന്നോ? പറഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ ധൈര്യം വന്നില്ല. കാരണം അത് പറയില്ല. ഈ രാജ്യത്തിലെ സകലമാന കാര്യങ്ങളും ട്രംപിന്റെ കാൽക്കീഴിൽ അടിയറ വെച്ച ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. എങ്ങനെയാണ് നരേന്ദ്രമോദി ട്രംപിനെതിരെ സംസാരിക്കുക? ഗീർവാണം മുഴക്കല്ലേ ഇന്ന് ചെങ്കോട്ടയിൽ. ആ ഗീർവാണ പ്രസംഗം കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് രാജ്യത്തിൽ ഇനി ഒന്നും നേടാനില്ല, എല്ലാം നേടിക്കഴിഞ്ഞു, എല്ലാ രംഗവും വലിയ വളർച്ച പ്രാപിച്ചു. ഈ രാജ്യത്ത് വളർച്ച പ്രാപിച്ച ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. ഈ രാജ്യത്തിലെ സമ്പന്നരാണ്, കോർപ്പറേറ്റുകളാണ്. ഈ രാജ്യത്തിലെ സമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയും മുന്നേറ്റത്തെ, ആസ്തി മുന്നേറ്റത്തെ കാണിച്ചുകൊണ്ട് രാജ്യം വളർന്നു എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോ കോടിക്കണക്കിന് വരുന്ന ദരിദ്ര നാരായണന്മാരുടെ രാജ്യമായി 115ാമത്തെ സ്ഥാനത്ത് ഈ രാജ്യം നിൽക്കുന്നു എന്ന ദയനീയമായ കാഴ്ചയും നാം കാണുന്നു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഷാജുമോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, റാംഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI കൊപ്പം സെന്ററിൽ നടത്തിയ സമരസംഗമം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴ വകവയ്ക്കാതെ 100 കണക്കിന് പ്രവർത്തകർ സമരസംഗമത്തിൽ പങ്കെടുത്തു. തൃത്താലക്കൊപ്പത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ സമരസംഗമ വേദിയിലേക്ക് എത്തിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത സമരസംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അവർ കടന്നു ചെന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാൻ
രാജ്യത്തിന്റെ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാവലും കരുതലുമെല്ലാം നൽകി മുന്നോട്ട് പോകുന്ന ഡിവൈഎഫ്ഐ ഇന്ന് രാജ്യവ്യാപകമായി ഇതുപോലെ ഒരു സമര സംഗമം സംഘടിപ്പിക്കാൻ അവര് തീരുമാനിച്ചതിൽ നമുക്കൊക്കെ ഏറെ സന്തോഷവും അഭിമാനവും. കാരണം അവരവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കും. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള നാട് ഇന്ത്യ. യൗവനം തുടിക്കുന്ന ഇന്ത്യ എന്നാണ് അഭിമാനത്തോടെ രാജ്യത്തെ കുറിച്ച് പറയുന്നത്. കാരണം ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് 65%. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസാഖ്, ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം എ സോമൻ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി MN സുദീപ്, ബ്ലോക്ക് ട്രഷറർ പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ കെ ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൾച്ചർ ഉണ്ടാക്കുന്നതാണ്, സംസ്കാരം ഉണ്ടാക്കുന്നത് അത് വേറെ ഏതോ പ്രമാണിമാരാണ്. അത് നമ്മളായിട്ടൊരു ബന്ധമില്ല. അത് ഈ പാഠവുമായും അധ്വാനവുമായും ചേറുമായും വിയർപ്പുമായും ബന്ധമില്ലാത്ത കുറെ പണ്ഡിത ശ്രേണിയിലുള്ള മനുഷ്യന്മാരുടെ ഒരു കാര്യമാണ് സംസ്കാരം എന്ന് വെച്ചാൽ കൾച്ചർ എന്ന ഒരു ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ദിനാചരണങ്ങളുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. കൾച്ചറും അഗ്രികൾച്ചറും ഒരാളുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തിലെയും ചെർപ്പശ്ശേരി നഗരസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട 43 കർഷകരെയും മികച്ച പാടശേഖര സമിതിയെയുമാണ് പരിപാടിയിൽ ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ, സി രാജിക, എ പ്രേമലത, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, വെളിഞ്ഞേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈതാലി, VK രാധിക, MK സുമിത, പി സുബ്രഹ്മണ്യൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ KV, ഡോക്ടർ ധന്യ സന്തോഷ് എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് കുറ്റി കുരുമുളക് തൈ വിതരണം ചെയ്തു. റെഡ്കോയുടെയും കേരള ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചളവറ കൈലിയാട് വേമ്പലത്തുപാടം അടാട്ടിരിക്കുന്ന് റോഡ് തകർച്ചയ്ക്കെതിരെ BJPയുടെ പ്രതിഷേധം. അനാസ്ഥ ആരോപിച്ച് BJP ഉപരോധ സമരവും സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. റോഡ് തകർച്ച മൂലം അടാട്ടിരിക്കുന്ന ഭാഗത്തെ 15ഓളം കുടുംബങ്ങൾ കടുത്ത യാത്രാ ദുരിതം നേരിടുകയാണെന്നും റോഡ് യാത്രാ യോഗ്യമാക്കാത്ത പക്ഷം BJP ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ പറഞ്ഞു. ഈ വാർഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്, ഒരു കനാൽ റോഡാണിത്. ഇന്നലെ ഒരു വലിയ ലോറി ഈ റോഡിൻ്റെ തകർച്ച കാരണമാണ് താഴേക്ക് മറിഞ്ഞത്. ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കും പറ്റി. ചളവറ പഞ്ചായത്ത് ഒരു കാരണവശാലും ചളവറയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ സമരങ്ങൾ നടത്തുന്ന സമയത്ത് ഈ സമരങ്ങളെ മുഴുവൻ പരിഹസിക്കാനാണ് ചളവറ പഞ്ചായത്തും ചളവറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും തയ്യാറാകുന്നത്. BJPയുടെ ഒരുപാട് സമരങ്ങൾ ചളവറയിലെ മുഴുവൻ റോഡുകളും, അത് PWD റോഡുകളാണെങ്കിലും ഇതുപോലെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളാണെങ്കിലും, ഈ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ചളവറയിലുള്ള മുഴുവൻ ആളുകൾക്കും ശരിക്കും സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് നമ്മളെല്ലാവരും ഇത് കാണുന്നത്. ധാരാളം അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചളവറയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിലേക്ക് അവർ സഞ്ചരിക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാൻ ചളവറ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് BJP പറയുന്നത്. സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി V മനോജ്, BJP ചളവറ പഞ്ചായത്ത് അധ്യക്ഷൻ V വേലുദാസ്, ജനറൽ സെക്രട്ടറി V സജീഷ്, സേതുമാധവൻ, TP രാമകൃഷ്ണൻ, ജയകൃഷ്ണൻ, കൃഷ്ണകുമാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നിർമ്മിച്ച സ്നേഹ വീടിന്റെ താക്കോൽ ദാനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. പൂക്കോട്ടുകാവ് കക്കേങ്ങാട്ടിൽ വസന്തയ്ക്കും മക്കൾക്കുമാണ് കിണാശ്ശേരിയിൽ വീട് നിർമ്മിച്ചു നൽകിയത്. കുടുംബത്തിന്റെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ഇവർക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. സ്ക്രാപ്പ് ചലഞ്ച്, ഉൽപ്പന്ന വിപണനം തുടങ്ങിയ വഴികളിലൂടെ കുട്ടികൾ പണം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ
സമൂഹമാകെ നന്മയുടെ കൈകൾ നീട്ടി ഇവർക്ക് സഹായവുമായി ഒപ്പം ചേർന്നു. സ്കൂളിലെ ജീവനക്കാർ, മാനേജ്മെന്റ്, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, വ്യാപാരികൾ തുടങ്ങിയവരെല്ലാം ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് സ്കൂളിനൊപ്പം നിന്നു. വീടിന്റെ പണികളിൽ കുട്ടികളും പങ്കാളികളായി. NSS യൂണിറ്റാണ് എന്ന പ്രത്യേകതയുണ്ട്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഇതിൻ്റെ പ്രോഗ്രാം ഓഫീസർക്കും അതിൽ അംഗമായിട്ടുള്ള കുട്ടികൾക്കും ഈ വിദ്യാലയത്തിനാകെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നേരുകയുമാണ്. എന്താണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത? അതിൻ്റെ തുടർച്ചയാൽ എന്തുകൊണ്ട് NSS ഇങ്ങനെ വീട് വെച്ചു കൊടുത്തു? നാഷണൽ സർവീസ് സ്കീം എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രാജ്യത്താകെയുള്ളൊരു പദ്ധതിയാണ്. മറ്റു പലയിടത്ത് നടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ NSSന് സാധിക്കുന്നത്? കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും വീട് എന്ന ഒരാശയം മനുഷ്യർക്ക് മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ഒറ്റ സമൂഹമേ ഉള്ളൂ, അത് കേരളീയ സമൂഹമാണ്. പരിപാടിയിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ KP രാജേഷ്, PTA പ്രസിഡന്റ് CU ജയശങ്കർ, CP ബീന, മഞ്ജു റോസ്ലിൻ ജോർജ്, NSS റീജിയണൽ കൺവീനർ N. രാജേഷ്, S. അജിത് കുമാർ, റിട്ടയർഡ് പ്രധാനാധ്യാപിക M. കാർത്തിയാനി, പ്രധാനാധ്യാപകൻ P. ശങ്കരനാരായണൻ, N. സതീദേവി, അംബിക K. നായർ, ശശിമോഹൻ, S. സജിത, E. സനിത എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെയും റഫ് റൈഡേഴ്സ് പാലക്കാടിൻ്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി V. ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായിൽ വെച്ച് നടന്ന 6ാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ നിമ പള്ളിയാലിൽ, നാഷണൽ കിക്ക് ബോക്സിംഗിൽ 65 കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയ K. ആതിര എന്നിവർക്ക് ഘോഷയാത്രയുടെ ഭാഗമായി സ്വീകരണം നൽകി. KPCC സെക്രട്ടറി V. ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KV പാർവതി, വിജയൻ വരോട്, NK കൃഷ്ണൻകുട്ടി, M. മുഹമ്മദ് ബാപ്പു, C. ഉണ്ണികൃഷ്ണൻ, P. ഹരിദാസൻ, P. അനീഷ്, B. ഷാജി, K. ഹംസ, N. ഫായിസ് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം തോട്ടക്കര കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 19-ന് മഹാ ചണ്ഡികാ ഹോമം നടത്തും. നാടിൻ്റെ സർവൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ദോഷപാപ ദുരിത പരിഹാരത്തിനും നടത്തുന്ന ഹോമമാണിതെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പാരമ്പര്യതന്ത്രികളായ ഡോക്ടർ KN നരസിംഹ അടികയുടെയും KN സുബ്രഹ്മണ്യ അടികയുടെയും കാർമ്മികത്വത്തിലാണ് മഹാചണ്ഡികാ ഹോമം. കളരിക്കൽ ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതിമാരുടെ അവതാര കഥകൾ വർണ്ണിക്കുന്ന ദേവീ മഹാത്മ്യത്തിലെ 700ഓളം ശ്ലോകങ്ങൾ ജപിച്ച് വെള്ളനിവേദ്യവും പായസവും മറ്റ് ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് മഹാചണ്ഡിക ഹോമം. ക്ഷേത്രങ്ങളിൽ അപൂർവമായി നടക്കാറുള്ള ഹോമമാണിതെന്നും ഉച്ചയ്ക്ക് 1-ഓടെ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെയധികം ഭക്തർ മൂകാംബികയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഹോമം ഇവിടെ തോട്ടക്കര ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ സർവൈശ്വര്യത്തിനും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും ദോഷപാപ പരിഹാരത്തിനും വേണ്ടിയാണ് ഈ ഹോമം ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സ്ഥലം, പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം അത് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ചേർക്കപ്പെട്ട സ്ഥലം, ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കളരിയുടെ ഭാഗം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ആയുധക്കളരിയും മറ്റും പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി പിന്നീട് ക്ഷയിച്ചു പോവുകയും ആ ക്ഷയിക്കപ്പെട്ട ആ പ്രദേശത്തുണ്ടായ അനർത്ഥങ്ങൾക്കും ദോഷപാപ ദുരിതങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ഒരു കൂട്ടായ്മയോടുകൂടി. വാർത്താസമ്മേളനത്തിൽ സത്യൻ പെരുമ്പ്രക്കോട്, P. ഗോവിന്ദൻകുട്ടി, അഡ്വക്കേറ്റ് K. വിജയരാഘവൻ, M. അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചെറുവിരലിലെ നീട്ടി വളർത്തിയ നഖത്തിൽ ചായം പുരട്ടി ക്യാൻവാസിലേക്ക് പതിപ്പിച്ചപ്പോൾ തെളിഞ്ഞത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ന്യൂ ജനറൽ ലുക്ക്. താഴേക്കോട് വെള്ളപ്പാറ സ്വദേശി ജോസഫ് എന്ന ലുലുവാണ് ഈ വ്യത്യസ്തനായ ചിത്രകാരൻ.
ചിത്രം വരയ്ക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ മമ്മൂട്ടിയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇടതുകൈയിലെ ചെറുവിരൽ നഖത്തിൽ ചായം പുരട്ടി ക്യാൻവാസിൽ ലുലു പകർത്തിയ ചിത്രം ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ന്യൂജൻ ലുക്ക്. വലതുകൈ മാത്രം വശമുള്ള ലുലു ഇടതുകൈയിലെ നഖം മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ചിത്രം വരയ്ക്കാറുണ്ടെങ്കിലും അസാധാരണമായൊരു ശൈലിയിൽ ആകർഷകമായ ചിത്രം വരയ്ക്കണമെന്ന ലുലുവിൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം കൂടിയായിരുന്നു ഇത്. നഖം നിശ്ചിത അളവിൽ വളരാനും വളർന്നു വരുന്നത് അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നതും ജോലി തിരക്കും ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ലുലു ചിത്രം പൂർത്തീകരിച്ചത്. ചിലപ്പോൾ വരയ്ക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ചിലപ്പോൾ നഖം ഒടിഞ്ഞു പോകും. പിന്നെ നഖം പിന്നെയും വലുതായി വരാൻ വേണ്ടി കാത്തു നിൽക്കും. അപ്പോൾ ഈ പ്രാവശ്യം നഖം വലുതായി വന്നപ്പോൾ ഒടിയുന്നതിന് മുന്നേ പെട്ടെന്ന് വരച്ചതാണത്. നഖം ഒടിയുന്നതിന് മുന്നേ. തനിക്ക് മാത്രമല്ല കാഴ്ചക്കാർക്കും താൻ വരച്ച ചിത്രം തികഞ്ഞതാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാനാണ് മമ്മൂട്ടിയെ വരച്ചതെന്ന് ലുലു പറഞ്ഞു. നമ്മൾ സാധാ മോഡേൺ ആർട്ട് അല്ലെങ്കിൽ മറ്റ് പക്ഷികളോ മറ്റു പക്ഷികളെ മൃഗങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ അതിലൊന്നും ഒരു ഇത് വരുന്നില്ല. ജീവനുള്ള ഒരാളെ, എല്ലാവരും അറിയുന്ന ഒരാളെ അപ്പോഴല്ലേ വരച്ചത് ശരിയായി എന്നുള്ള ഒരു റിസൾട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് അറിയപ്പെടുന്ന ഒരാളെ വരയ്ക്കാൻ ശ്രമിച്ചത്. സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, മദർ തെരേസ, മാർപ്പാപ്പ, മോഡേൺ ആർട്ട്, സീനറികൾ, പോർട്രേറ്റുകൾ തുടങ്ങിയവ വരയ്ക്കാറുണ്ട്. ആവശ്യാനുസരണം ചിത്രങ്ങൾ വരച്ചു നൽകാറുമുണ്ട്. ചിത്രം വരയെക്കുറിച്ച് അറിയാനും അവബോധം സൃഷ്ടിക്കാനുമായി കരികിലത്താണി കേന്ദ്രീകരിച്ച് ആർട്ട് ഗാലറി സ്ഥാപിക്കണമെന്നാണ് ലുലുവിൻ്റെ ആഗ്രഹം. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറത്ത് പാരമ്പര്യ തനിമയിൽ വൈവിധ്യമാർന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ഹൃദു റിജൻസിയുടെ ഹൃദു വിൻറ്റേജ് ഒരുങ്ങി. കുറഞ്ഞ ചെലവിൽ താമസിക്കാവുന്ന AC, non-AC റൂമുകളാണ് ഹൃദു വിൻറ്റേജിൽ ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദശാബ്ദമായി അങ്ങാടിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഋതു റീജൻസിയുടെ പുതിയൊരു സംരംഭമാണ് ഋതു വിൻറ്റേജ്. ക്ഷേത്രനഗരി, മെഡിസിറ്റി, എഡ്യൂസിറ്റി, വാണിജ്യ വ്യവസായ കേന്ദ്രം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന അങ്ങാടിപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്കും അനുയോജ്യമാണ് ഇതുപോലൊരു താമസ സ്ഥലം. സാധാരണ ഹോട്ടലിൻ്റെ മാതൃകയിലല്ല ഋതു വിൻറ്റേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരള തനിമയും സാംസ്കാരിക പൈതൃകവും നിലനിർത്തിയുള്ള വൈവിധ്യങ്ങൾ ഋതു വിൻറ്റേജിൽ കാണാം. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 8 AC, non-AC റൂമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ, ദീർഘദൂര യാത്രക്കാർക്കെല്ലാം കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ ഏറെ പ്രയോജനപ്പെടും. താമസിക്കാൻ എത്തുന്നവർക്ക് വാഹന പാർക്കിംഗ് സൗകര്യം നിർബന്ധമാണ്. എല്ലാം സജ്ജമാണ് ഇവിടെ. ചെറുനഗരമായ അങ്ങാടിപ്പുറത്താണെങ്കിലും ഏറ്റവും ശാന്തസുന്ദരമാണ് ഇവിടുത്തെ ആംബിയൻസ്. നമുക്കറിയാം, അങ്ങാടിപ്പുറം ഒരു ക്ഷേത്ര നഗരിയാണ്. ഇവിടെ മാത്രമല്ല MES മെഡിക്കൽ കോളേജ്, EMS, മൗലാന, അൽഷിബ തുടങ്ങിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഒരു സെൻ്ററാണ് അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ ഭാഗങ്ങൾ. കൂടാതെ പോപ്പുലർ ഉണ്ടായി, KVR തുടങ്ങിയ വാഹന വിതരണ കമ്പനികളുടെ പ്രവർത്തന മേഖലയും അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ധാരാളം അതിഥികൾ അങ്ങാടിപ്പുറത്ത് നിത്യ സന്ദർശകരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അതിഥികൾക്ക് വൈവിധ്യമാർന്ന വെജിറ്റേറിയൻ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട്
വളരെ സുഖവും സംതൃപ്തവും സന്തോഷവും അതിലുപരി സുരക്ഷിതവുമായി താമസിക്കാനുള്ള ഒരിടം, അതാണ് നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൗകര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, വിശാലമായ പാർക്കിംഗ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 24 hours സെക്യൂരിറ്റി സേവനം ഇവിടെ ലഭ്യമാണ്. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും അതുപോലെ തിരുമാന്താംകുന്ന് അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇവിടെ മറ്റ് ഹോട്ടലുകാർ കൊടുക്കാത്തൊരു സേവനം എന്ന് പറയുന്നത്, ചില സ്ത്രീകൾ മാത്രമായിട്ട് ക്ഷേത്ര സന്ദർശനത്തിന് വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ തനിച്ച് വരുന്ന സ്ത്രീകൾക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 4:30 മണിക്കൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. രാജറാണിലേക്ക് വരുന്ന ആളുകളെ തിരിച്ച് 10:30 ട്രെയിനിന് അവരുടെ സുരക്ഷിതമായിട്ട് നമ്മൾ തിരിച്ച് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്ത ചടങ്ങിൽ ഋതു വിന്റേജിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചു. ഈ മലപ്പുറം ജില്ലയിലെ ടെമ്പിൾ സിറ്റികളിൽ ഒന്നായ അങ്ങാടിപ്പുറത്തെ ഋതു വിന്റേജിനെ പോലുള്ള റൂമുകൾ നൽകുന്ന ഒരു നല്ല സ്ഥാപനം ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഇവിടെ ദിനംപ്രതി വിസിറ്റേഴ്സ് വളരെ വലിയ രീതിയിൽ കൂടി വരികയാണ്. ജനങ്ങൾ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും പെരുന്തമണ്ണയും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയി താമസിക്കാറാണ് പതിവ്. ഇത് ഒരു സംശയമില്ല, അങ്ങാടിപ്പുറത്തിന് വലിയൊരു ഗ്രഹക്കുറിയാണ്. നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിന്റേജിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ച ബുദ്ധപ്രതിമ മുൻ MLA വി ശശികുമാർ അനാച്ഛാദനം ചെയ്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദിലീപ്, TK റഷീദ് അലി, വി രമേശൻ, E രാജേഷ്, KS അനീഷ്, സുനിൽ ബാബു വാക്കാട്ടിൽ, B രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പത്ത് വർഷം മുമ്പ് ഋതു റീജൻസി തുടക്കം കുറിച്ചപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ AC റെസ്റ്റോറൻറ്റും ലക്ഷറി സൂട്ട് റൂമുകളും കൂത്തമ്പലം ഹാളുമായിരുന്നു പ്രത്യേകത. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ ആരംഭിച്ച ഋതു വിന്റേജ്. മണ്ണാർക്കാട് ആസ്ഥാനമായി 5 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് അട്ടപ്പാടി ഗൂളിക്കടവിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിങ്ങം 1 മുതൽ ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഓണക്കോടി സമ്മാനമായും നൽകും. പാലക്കാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി 20ഓളം ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് അട്ടപ്പാടി ഗോളിക്കടവ് ബൃന്ദാവൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച 3 മണിക്ക് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരൻ്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാക്കുന്നതിലൂടെ ജനങ്ങളുടെ സ്വീകാര്യത നേടിയാണ് പുതിയ ബ്രാഞ്ചുകളുമായി UGS മുന്നേറുന്നത്. അട്ടപ്പാടിയുടെ ശബ്ദം ജനകീയമാക്കി തീർത്ത് ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നഞ്ചിയമ്മ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ ലോക്കർ റൂം ഉദ്ഘാടനവും, അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ലക്ഷ്മണൻ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും, ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമമൂർത്തി ആദ്യ നിക്ഷേപ സ്വീകരണവും, പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ആദ്യ ലോൺ വിതരണവും നടത്തും. ചിങ്ങം 1 മുതൽ നിക്ഷേപത്തിനും ലോൺ ആവശ്യങ്ങൾക്കുമായി എത്തുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഓണസമ്മാനമായി ഓണക്കോടി നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അറിയിച്ചു. ഞങ്ങൾ ഈ പറയുന്ന തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെ ഞങ്ങൾക്ക് ലഭിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി കൊണ്ട് ലഭിച്ച ഈ ഒരു സ്വീകാര്യത ഞങ്ങൾക്ക് അട്ടപ്പാടിയിലും നമുക്കറിയാം സൈലന്റ് വാലിയുടെ മടിത്തട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അട്ടപ്പാടിയെ കുറിച്ച്, അല്ലെ? അപ്പൊ അട്ടപ്പാടിയിലും ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് സൊസൈറ്റി അർബൻ ഗ്രാമീണ അട്ടപ്പാടിയിലെ ഈ ഉദ്ഘാടനത്തെ നോക്കിക്കാണുന്നത്. അതുപോലെ അട്ടപ്പാടിയിലെ നമുക്കറിയാം മലയോര മേഖലയാണ്, അല്ലെ? ഹൈ റേഞ്ച് ആണ്, മലയോര മേഖലയാണ്. അപ്പൊ അതിനുതകുന്ന രീതിയിലുള്ള എല്ലാ സ്കീമുകളും, അത് ഗോൾഡ് ലോണുകളായിക്കോട്ടെ, ഈ പറയുന്ന ബിസിനസ് ലോണുകളിലായിക്കോട്ടെ,
എല്ലാ കാർഷിക മേഖലയിലായിക്കോട്ടെ അട്ടപ്പാടിക്ക് ആവശ്യമായ എല്ലാ സ്കീമുകളും അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ, അവിടുത്തെ വ്യാപാര മേഖലയ്ക്ക് ആവശ്യമായ, അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമീണ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ രീതിയിലുള്ള സ്കീമുകളും ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു ആവശ്യമായിട്ടും സമീപിക്കാവുന്ന, അല്ല ഏതൊരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതൊരാൾക്കും എന്തൊരു കാര്യങ്ങൾക്കും എന്തിനും വേണ്ടി ആശ്രയിക്കാവുന്ന ഒരു സൊസൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് കാണാം എന്നുള്ളത് മാത്രം ഞാൻ പറയുകയാണ്. അതോടൊപ്പം ഈ നമുക്കറിയാം ഓണം ചിങ്ങം 1 നാളെ, ചിങ്ങം 2 തീയതിയാണ് നമ്മുടെ അട്ടപ്പാടി ബ്രാഞ്ചിന്റെ കൂളിക്കടവ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം. അപ്പോൾ ചിങ്ങം 2 മുതൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഏത് UGSന്റെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ഏത് ബ്രാഞ്ചിലും നിങ്ങൾ പോയി നിക്ഷേപം നടത്തിയാലും അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൽ പോയിട്ട് ഗോൾഡ് ലോൺ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഓണക്കോടി സമ്മാനമായിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി മലയോര മേഖലയായ അട്ടപ്പാടിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി PRO ശ്യാം പറഞ്ഞു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് പ്രവർത്തനം ആരംഭിച്ചത്. പാലക്കാട് ജില്ലയിലെ തന്നെ മറ്റൊരു ഹൃദയഭാഗമായ മലയോര മേഖലയിലേക്ക് അട്ടപ്പാടിയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. നാളിതുവരെ അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് മണ്ണാർക്കാട് തുടക്കം കുറിച്ച് കിട്ടിയ എല്ലാവിധ ജനപിന്തുണയും അട്ടപ്പാടിയിലും ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും അട്ടപ്പാടിയുടെ മണ്ണിലേക്ക്, ഈ മഹനീയ ഉദ്ഘാടന വേളയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വനിതാ ശാക്തീകരണത്തിന് എന്നും മാതൃകയായ UGS അട്ടപ്പാടിയിലും വനിതാ ജീവനക്കാർക്ക് പ്രാമുഖ്യം നൽകുമെന്ന് HR മാനേജർ അനു മാത്യു പറഞ്ഞു. വർക്കുകൾ ചെയ്യുന്ന ലേഡീസിനെ സംബന്ധിച്ചും ഇതും അവരുടെ കരിയറിൽ നല്ലൊരു, ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവർ അമ്മയാണ്, അതുപോലെ അവർ പല ജോലികളിൽ അവർ ഇൻവോൾവഡ് ആണ്. പക്ഷെ എന്തുകൊണ്ടും ഒരു ജോലി ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തീർക്കാൻ ഒരു കാര്യപ്രാപ്തി അവർക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ കൂളിക്കടവ് ബ്രാഞ്ചിൽ, അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ മുൻനിരയിലേക്ക്, സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് UGS മെയിനായിട്ട് മുൻനിരയിലേക്ക് വന്നിരിക്കുന്നു. UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, ഫിനാൻസ് മാനേജർ ഹരീഷ്, റിക്കവറി ഓഫീസർ ശിവദാസൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ. ടൗൺ ശുചീകരണത്തിനിടെ വീണ് കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി ഹരിതകർമ്മസേന. പണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയ്ക്ക് ശുചീകരണത്തിനിടെ വീണ് കിട്ടിയ സ്വർണ്ണാഭരണമാണ് ഉടമയായ മാങ്കുന്നുമ്മൽ ദിലീപിന് തിരികെ നൽകിയത്. മാസങ്ങൾക്ക് മുൻപ് മാലിന്യം തരംതിരിക്കുന്നതിനിടെ ലഭിച്ച സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകിയും പണ്ടിക്കാട്ടെ ഹരിതകർമ്മസേന ശ്രദ്ധ നേടിയിരുന്നു. സാധനം കിട്ടിയത് ശരിക്ക് ഞങ്ങൾ മഞ്ചേരി ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ കുട്ടീനെ കാണിച്ചിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടീൻ്റെ കയ്യിൽ നിന്ന് വീഴുക, അതിൻ്റെ കഴുത്തിൽ നിന്ന് വീഴുക ഉണ്ടായിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഇതേമാതിരി ഇനി തുടർന്നും ഹരിതകർമ്മസേന ഉണ്ടാകണം. ശനിയാഴ്ച രാവിലെ ഹരിതകർമ്മസേന പ്രസിഡന്റ് KM ശാന്തകുമാരി, P ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ടൗൺ ശുചീകരണത്തിനിടെയാണ് 3 ഗ്രാമോളം തൂക്കമുള്ള സ്വർണ്ണമാല ശ്രദ്ധയിൽപ്പെട്ടത്. ആഭരണം അവിടെ നിന്ന് എടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വിവരമറിയിച്ചു. കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി മാല വീണ് കിട്ടിയിട്ടുണ്ടെന്നും തെളിവ് സഹിതം വന്ന് കൈപ്പറ്റണമെന്നും പ്രചാരണം നടത്തുകയും ചെയ്തു. ഈ പോസ്റ്റ് മേലങ്ങാടി സ്വദേശി CKR ഇണ്ണിപ്പ താൻ അഡ്മിനായ ചങ്ങാതിക്കൂട്ടം വാട്സാപ്പിലും പ്രചരിപ്പിച്ചു. ഇതേ ഗ്രൂപ്പിലെ അംഗമായ മാങ്കുന്നുമ്മൽ ദിലീപ് പോസ്റ്റ് കണ്ട് പഞ്ചായത്ത് ഓഫീസിലെത്തി. തൻ്റെ മകൻ ഇഷാൻ ദേവിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാല കഴിഞ്ഞ ദിവസം മുതൽ കാണാനുണ്ടായിരുന്നില്ല. ടൗണിലൂടെ കുട്ടിയുമായി സഞ്ചരിച്ചിരുന്നെങ്കിലും എവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചും ധാരണയുണ്ടായിരുന്നില്ല. ഒടുവിൽ മാല അണിഞ്ഞു നിൽക്കുന്ന കുട്ടിയുടെ ഫോട്ടോ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തതോടെ തെളിവ് സഹിതം ആഭരണം കൈപ്പറ്റി. ഇത് ആദ്യമായല്ല പാണ്ടിക്കാട് പഞ്ചായത്ത് ഹരിതകർമ്മസേന ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് ശേഖരിച്ച മാലിന്യം തരംതിരിക്കുന്നതിനിടെ ലഭിച്ച സ്വർണ്ണാഭരണവും പണവും ഉടമയെ കണ്ടെത്തി തിരികെ നൽകാൻ സാധിച്ചിരുന്നു. തുടരെ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മസേനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമേശയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അത് ഞങ്ങൾ പരസ്യം ചെയ്ത് ആ പരസ്യം കണ്ട് ഇവർ ഉടമസ്ഥർ തമ്പാനങ്ങാടിയിലുള്ള അവർ വന്ന് ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നേരിട്ട് വരികയും അത് ഞങ്ങൾ ഉടമസ്ഥരെ കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ പലപ്പോഴും വീടുകളിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പല അപമാനകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അവർ നമ്മോട് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം മാതൃകാപരമായി
നല്ല മനസ്സുള്ള ഇവരെ നിങ്ങൾ വളരെ നല്ല മനസ്സോടെ ഏറ്റെടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ പിന്തുണക്കണം, സ്നേഹിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഹരിത കർമ്മസേനയുടെ പ്രസിഡന്റ് തന്നെ ഇതിൽ മാതൃകയാണ്. അവരാണ് ഇതിന് ഈ ഒരു സ്വർണ്ണാഭരണം കണ്ടെത്തുകയും അവിടെ കൃത്യമായി ഇതിന്റെ ഉടമസ്ഥരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തത്. നമ്മുടെ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ സ്വർണ്ണാഭരണം വീട് കിട്ടി. അതവര് സൂക്ഷിക്കുകയും പരസ്യം കൊടുക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ആഭരണം വീട് കിട്ടിയതാണ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉടമസ്ഥൻ വന്നിരിക്കുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ. ഉടമസ്ഥന് ആ ആഭരണം തിരിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ, അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ, ടി സൈനുൽ ആബിദ്, പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കോട്ടപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല സ്വാതന്ത്ര്യ ദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ എ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ നിന്നായി 62 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. UP വിഭാഗത്തിൽ ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പും, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ GHSS കടമ്പൂരും ജേതാക്കളായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വിജയികൾക്ക് പുരസ്കാര വിതരണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ MP സാദിഖ്, മാനേജർ കല്ലടി അബ്ദുൾ റഷീദ്, പ്രധാനാധ്യാപകൻ KS മനോജ്, PTA പ്രസിഡന്റ് KT അബ്ദുള്ള, CP വിജയൻ, ബാബു ആലായൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ആയുഷ് മിഷനും ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയും ICDSും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗ പരിശീലനത്തിന് തുടക്കമായി. സൗത്ത് പനമണയിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് കൗൺസിലർ C സജിത്ത് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷനും ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയും ICDSും സംയുക്തമായാണ് സൗജന്യ യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നത്. സൗത്ത് പനമണ്ണ, വായനശാല, അംഗനവാടി എന്നിവിടങ്ങളിൽ വച്ചാണ് പരിശീലനം നൽകുന്നത്. ആഴ്ചയിൽ 3 ദിവസം പരിശീലനമുണ്ടാകും. വാർഡ് കൗൺസിലർ C സജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ALMC ഭാരവാഹി സതീഷ് കുമാർ അധ്യക്ഷനായി. യോഗ ഇൻസ്ട്രക്ടർ വിഷ്ണു ക്ലാസ് എടുത്തു. അംഗനവാടി ടീച്ചർ KP പുഷ്പലത, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. മണ്ണർക്കാട് നൊട്ടന്മല വളവിൽ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കാഞ്ഞിരപ്പുഴ കല്ലാംകുഴി പൂളമണ്ണിൽ സൽമാൻ ഫാരിസിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ മണ്ണർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ആനമങ്ങാട് ALP സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചങ്ങാതിക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. കൃഷ്ണപ്പടി വളവിൽ പാതയോരത്ത് മാലിന്യം നീക്കം ചെയ്ത ഭാഗത്ത് പുഷ്പോദ്യാനമൊരുക്കി. പ്രകൃതി വനസംരക്ഷണത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ആനമങ്ങാട് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കണ്ടത്. അധ്യാപികയും സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനറുമായ ആമിനയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്ത് കൃഷ്ണപ്പടി വളവിലെ പാതയോരത്ത് പുഷ്പോദ്യാനം ഒരുക്കി. പരിസ്ഥിതി ക്ലബ്ബ് ബുൾബുൾ കുട്ടികൾ പുഷ്പോദ്യാനം ഒരുക്കുന്നതിൽ പങ്കാളികളായി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പ്രവർത്തനം സമൂഹത്തിൽ മാതൃകാപരവും മാലിന്യമുക്ത പ്രകൃതിക്കായുള്ള മുന്നേറ്റവുമാണ്. കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൈമാറുന്നതിനും അവരിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിനും പ്രേരണയായി. ഈ ഉദ്യാനം ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, തൂത TTIയിലെ അധ്യാപക, വിദ്യാർത്ഥികൾ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മുളയങ്കാവ് രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയം ആൻഡ് ഗ്രന്ഥശാല പായസ വിതരണവും കുട്ടികൾക്കുള്ള ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല ഹാളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുലുക്കല്ലൂർ AUP സ്കൂൾ, മുളയങ്കാവ് AUP സ്കൂൾ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP, UP, ഹൈസ്കൂൾ എന്നീ 3 വിഭാഗങ്ങളിലായാണ് മത്സരം ഒരുക്കിയത്. കുലുക്കല്ലൂർ AUP സ്കൂളിൽ 6ാം തരത്തിൽ പഠിക്കുന്ന അഗ്നയ് SR ആണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 1, 2, 3 സ്ഥാനം നേടിയവർക്ക് ഗ്രന്ഥശാല പ്രസിഡന്റ് PM ദിവാകരൻ, വാർഡ് മെമ്പർ K ബാലഗംഗാധരൻ, CB മോഹൻദാസ് എന്നിവർ സമ്മാനങ്ങൾ സമ്മാനിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി K രാജഗോപാൽ, ഭാരവാഹികളായ ശ്രീജ, ജിഷാഖ് വേണുഗോപാൽ, ലൈബ്രറിയൻ S കുട്ടി, ഉസ്മാൻ, ശ്രീനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM മല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും. ലോക്കൽ കമ്മിറ്റി അംഗമായ സുദീപിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP നേതാവ് K സുരേന്ദ്രനോട് വെല്ലുവിളി ആവർത്തിച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ.
ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ഗൂഢാലോചന നടത്തിയെന്നും സന്ദീപ് വാര്യർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് നേതാക്കളായ ഗഫൂർ കോൽക്കളത്തിലിനും റഷീദ് മുത്തിനിയലിനും എതിരെ വ്യാജരേഖ ആരോപിച്ച് കള്ളക്കേസ് എടുത്തതെന്ന യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി. രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും നേതാക്കൾ. ചെറുപ്പളശ്ശേരി ടൗണിലെ പാർക്കിംഗ് പ്രശ്നം. പോലീസിനെ സമീപിച്ച ബിൽഡിംഗ് ഉടമകൾ. ടാക്സി സ്റ്റാൻഡ് ക്രമീകരണത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. പോലീസ്, ജില്ലാ കളക്ടർ, MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. തിരുവേഗപ്പുറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 46-കാരനായ തോട്ടത്തിൽ ശിവദാസിനെയാണ് കാണാതായത്. തിരച്ചിൽ തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.